UDF അധികാരത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി പദവിയെ ചൊല്ലി മുസ്ലിം ലീഗ് ഉന്നയിക്കാവുന്ന അവകാശവാദങ്ങളും അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. പാണക്കാട് മുനാവർ അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണങ്ങൾ വരാനിരിക്കുന്ന UDF സർക്കാരിന്റെ അധികാര സമവാക്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ നൽകുന്നു. UDFിലെ അധികാര സമവാക്യങ്ങളും ലീഗിന്റെ ഉപമുഖ്യമന്ത്രി മോഹവും പ്രധാനപ്പെട്ടതാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മുസ്ലിം ലീഗ് എന്നും നിർണായക ശക്തിയാണ്. UDFിന്റെ നട്ടലായി വിശേഷിക്കപ്പെടുന്ന ലീഗ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുന്നണി അധികാരത്തിലെത്തിയാൽ ഏതുതരം ഭരണ പങ്കാളിത്തമാണ് ആഗ്രഹിക്കുന്നതെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്ന ഒന്നാണ്. ഈ സാഹചര്യത്തിലാണ് പാണക്കാട് മുനാവർ അലി ശിഹാബ് തങ്ങളുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും വാക്കുകൾ പ്രാധാന്യമർഹിക്കുന്നത്. പാണക്കാട് സയ്യിദ് മുനാവർ അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കവേ ഉപമുഖ്യമന്ത്രി പദവി മുസ്ലിം ലീഗിന്റെ അവകാശമാണെന്ന സൂചനയാണ് നൽകിയത്. ലീഗിന് ഈ പദവിക്ക് പൂർണ്ണമായ അർഹതയുണ്ടെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. ഇതിനായി അദ്ദേഹം ചരിത്രപരമായ ചില ഉദാഹരണങ്ങളും ചൂണ്ടിക്കാട്ടി. കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളായ CH മുഹമ്മദ് കോയയും അബൂ ഖാദർ കുട്ടി നാഹയും ഉപമുഖ്യമന്ത്രിമാരായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രി പദം പോലും അലങ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ ലീഗിന് ഉപമുഖ്യമന്ത്രി പദം ലഭിക്കുക എന്നത് അസ്വാഭാവികമായ കാര്യമല്ലെന്ന് മുനാവർ അലി തങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ ഒരു ഔദ്യോഗിക അവകാശവാദം ഉന്നയിച്ച് മുന്നണിയെ സമ്മർദ്ദത്തിലാക്കാൻ ലീഗ് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ സാഹചര്യം മാറാം. അപ്പോൾ ആവശ്യം ഉന്നയിക്കുമോ എന്ന് ഇപ്പോൾ പറയാനാവില്ല എന്ന് തങ്ങളുടെ വാക്കുകൾ ഭാവിയിൽ ഈ പദവിക്കായി ലീഗ് ശക്തമായി രംഗത്തിറങ്ങുമെന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. തങ്ങളുടെ പ്രസ്താവന ചർച്ചയായതോടെ ലീഗിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞനായ PK കുഞ്ഞാലിക്കുട്ടി കൂടുതൽ പക്വമായ നിലപാടുകളുമായി രംഗത്തെത്തി.